കഴിഞ്ഞ ദിവസം ഈ ഡോഗിൻ്റെ ഫണ്ട് കട്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവേണൻസ് എഫിഷ്യൻസി എലോൺ മസ്ക് നയിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടാക്സ് പേയേഴ്സ് ഫണ്ടുകൾ കട്ട് ചെയ്ത സമയത്ത് ഇന്ത്യക്കുള്ള $21 മില്യൺ കട്ട് ചെയ്തതിനെക്കുറിച്ച് അതിനെ ന്യായീകരിച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അത് അമേരിക്കയുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണം ഇന്ത്യയിലേക്ക് കൊടുക്കുകയാണ്, ഇന്ത്യയിലെ വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് $21 മില്യൺ ഇന്ത്യയിലേക്ക് കൊടുക്കുന്നതെന്നാണ്. അത് നമ്മുടെ പണം ഉപയോഗിച്ച് ഇന്ത്യയിലെ അവിടുത്തെ വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കാൻ നമ്മളെന്തിനു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഈ സന്ദർശനങ്ങളും ഈ പറഞ്ഞ റെസിപ്രോക്കൽ താരിഫ് അതുപോലെയുള്ള ട്രേഡ് അഗ്രിമെൻറ്റുകൾ ഇതിനൊക്കെ ശേഷമാണ് വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനമോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ തന്നെയോ എനിക്ക് പുല്ലുവിലയാണെന്ന് വീണ്ടും വീണ്ടും ട്രംപ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അത് ട്രംപിൻ്റെ ഫസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രത്തോളം പ്രകടമായിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് കുറേ കൂടെ ഒരു എക്സെൻട്രിസിറ്റി ആയിട്ടാണ് ലോകത്തിന് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടേമിലാണ് കുറേ കൂടെ ട്രംപിൻ്റെ ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന സ്ലോഗനിൽ നിന്ന് തന്നെ അതുണ്ട്. കാരണം വെച്ചാൽ എല്ലാം അമേരിക്ക സെൻട്രിക് ആയിട്ടാണ് ട്രംപ് കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെ പണം അത് ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ട്രംപ് ആദ്യം പറഞ്ഞത് സഖ്യരാഷ്ട്രങ്ങളെക്കുറിച്ചാണ്, നാറ്റോയിൽ അംഗങ്ങളായ സഖ്യരാഷ്ട്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്കിങ്ങനെ എന്താ പറയുക സൗജന്യമായിട്ട് ആയുധങ്ങളും എന്താ പറയുക അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള സഹായവും നൽകിക്കൊണ്ടിരിക്കലല്ല ഞങ്ങളുടെ പണി, ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പണം തരണം എന്ന് ട്രംപ് അവരോടാണ് ആദ്യം പറഞ്ഞത്. യുക്രൈൻ്റെ ഫണ്ട് കട്ട് ചെയ്ത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം കുറേ കാലമായിട്ട് 3 കൊല്ലത്തോളമായിട്ട് യുക്രൈന് നൽകിക്കൊണ്ടിരുന്ന ഫണ്ടാണ് കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ട്രംപ് കട്ട് ചെയ്യുന്നത്. അതിന് തുടരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ മനോഭാവം. അങ്ങനെ നാറ്റോ സഖ്യരാജ്യങ്ങളോട് ആ നിലപാടെടുക്കുന്ന ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ ആ നിലപാടെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഇതെല്ലാം ബിസിനസ്സാണ്. ട്രംപിനെ സംബന്ധിച്ചും ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചും ഇതെല്ലാം ബിസിനസ്സാണ്. നമ്മൾ എന്തിനാണ് ഒരു രാജ്യത്തിന് നമ്മൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാതെ നമ്മളവിടെ പണം കൊടുക്കുന്നത്? ഇതാണ് ചോദ്യം. അവിടുത്തെ വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനം എന്നുള്ള ക്വസ്റ്റ്യനാണ് ട്രംപ് ചോദിക്കുന്നത്. ട്രംപിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണ്. കാരണം അമേരിക്കൻ ടാക്സ് പേയേഴ്സ് അവരുടെ പണം എടുത്തുകൊണ്ട് അവരുടെ പണം സ്വീകരിച്ചുകൊണ്ട് എന്തിനാണ് ഭരണകൂടം വേറൊരു പുറത്തുള്ള ഒരു രാജ്യത്തിൻ്റെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്? ഇന്ത്യ ഇഷ്ടംപോലെ നികുതി പിരിക്കുന്നുണ്ടല്ലോ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതിയുള്ള രാജ്യങ്ങളിലൊന്നാണല്ലോ ഇന്ത്യ. അവർക്ക് ചിലവഴിച്ചൂടെ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. വെച്ചാൽ അതൊരു ബിസിനസ് കാഴ്ചപ്പാടാണ്. ആ ബിസിനസ് കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാ കാര്യത്തിലും ട്രംപ് പിന്തുടരുന്നത്. ഇപ്പോൾ ആളുകളെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ അതും ഒരു ബിസിനസ് കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്ര ആളുകളെ അവിടെ ആവശ്യമില്ല. അവിടുത്തെ പൗരന്മാരെ മാത്രമേ അവർക്ക് കാറ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ അവർക്ക് കാറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ തിരിച്ചയക്കുക എന്നുള്ള അതും ഒരു ബിസിനസ് കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പല 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 മുഖങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കാഴ്ചപ്പാട് ഇപ്പോൾ പുതിയതാണോ ഇന്ത്യയുടെ കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ കാഴ്ചപ്പാട് പുതിയതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് വെച്ച് തന്നെയാണ് ഇന്ത്യയുമായിട്ട് മുൻകാലത്തും ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സന്ദർശനത്തിനിടെ പ്രതിരോധ സഹകരണ കരാർ അത് 10 വർഷത്തേക്കൂടെ നീട്ടും എന്ന് ഈ സന്ദർശനത്തിനിടെ ധാരണയായിട്ടുണ്ട്. എന്താണ് ഈ പ്രതിരോധ സഹകരണ കരാർ? അമേരിക്കൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽക്കാനുള്ള കരാറാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യൻ സേഫ്റ്റി സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ നിന്ന് വാങ്ങാനുള്ള കരാറാണിത്. അല്ലെങ്കിൽ അതാണ് പ്രതിരോധ സഹകരണ കരാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അവിടെയും കച്ചവടമാണ് നടക്കുന്നത്. എന്തിനാണ് ട്രംപ് ആ 10 വർഷം നീട്ടാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അവിടെ പ്രൊഡക്ഷൻ കൂട്ടണം. അവിടെ പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ അവിടെ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നിലനിർത്തണമെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള കരാർ കൂട്ടാം. അതും അമേരിക്കൻ താല്പര്യമാണ്. അതുപോലെ ഇപ്പോൾ ന്യൂക്ക് എഗ്രിമെൻറ്റ് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിയാക്ടേഴ്സിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നിയമങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ റിയാക്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇതാണ് അമേരിക്കയുടെ താല്പര്യം. ഈ താരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യ താരിഫ് കൂട്ടുകയാണെങ്കിൽ അമേരിക്കയും കൂട്ടി തന്നെ വയ്ക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ത്യ താരിഫ് കൂട്ടിവെക്കുന്നു എന്ന് വിചാരിക്കുക. ഓട്ടോമോട്ടീവ്സിന് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമോട്ടീവ്സിന് ഇന്ത്യ താരിഫ് കൂട്ടിവെക്കുന്നു. അപ്പോൾ ആ കമ്പനികൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക? അവർ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ലാഭകരമാണ് ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇന്ത്യയിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാക്സ് ബേർഡൻ അവർക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അവർ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങും.
ഇന്ത്യയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അമേരിക്കയ്ക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഈ പണി വേണ്ട, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് വേണ്ട, അത് ഞങ്ങൾ അമേരിക്കയിൽ ചെയ്തോളാം. ഇതാണ് ട്രംപിൻ്റെ സിദ്ധാന്തം. ഇപ്പോൾ ഈ റെസിപ്രോക്കേറ്റീവ് താരിഫിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഫാർമ കമ്പനികൾ അമേരിക്കൻ ജനറിക് മരുന്നുകൾ, അമേരിക്ക ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 40% കയറ്റി അയക്കുന്നത് ഇന്ത്യ, ഏതാണ്ട് 40%. അതിനുമേൽ 25% ടാക്സ് ഏർപ്പെടുത്തും എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതോടുകൂടെ ഇന്ത്യയിലെ ഫാർമ കമ്പനികളുടെ ഓഹരി വില കഴിഞ്ഞ 2 ദിവസമായിട്ട് താഴ്ന്നുകൊണ്ടിരിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമ കമ്പനികൾക്ക് വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഈ ഫാർമ കമ്പനികൾ നിങ്ങൾ അവിടെ വന്ന് കമ്പനി തുടങ്ങിക്കോ, നിങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിച്ചോ, ഇതാണ് ട്രംപിൻ്റെ തിയറി. കാരണം വെച്ചാൽ അപ്പോൾ അവിടെ തൊഴിലവസരം ഉണ്ടാവും. ഇത് ഓരോ രാജ്യവും ചെയ്യുന്ന പണിയാണ്. അത് കുറെ കൂടെ ഭംഗിയായിട്ട് ബിസിനസ് അറിയാവുന്ന, ബാക്കി രാജ്യങ്ങളെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ കൃത്യമായിട്ട് കാലങ്ങളായി അമേരിക്ക ഈ നയത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുനടക്കുക. അത് കുറെ കൂടെ അസർട്ടീവായി ചെയ്യുന്നു ട്രംപ് എന്നുള്ളതേ ഉള്ളൂ. അതിന് വഴങ്ങല്ലാതെ വേറെ ഒരു മാർഗവും നരേന്ദ്രമോദിക്ക് തൽക്കാലം ഇല്ല. വേറെ മാർഗമൊന്നുമില്ല. അതാണ് വസ്തുത.